ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പോൾ അൽഹംദുലില്ലാ ഞാനും കുഴപ്പമില്ലാണ്ട് ഇരിക്കണു. അപ്പോൾ കുറേ ദിവസമായില്ലേ നമ്മളിതുപോലെയൊക്കെ ഓരോ വീഡിയോ ചെയ്തിട്ട്. കാരണം വേറെ ഒന്നുമല്ല, നിങ്ങളെ വീഡിയോ അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ പനിയും ഒരുപാട് ഞാൻ മക്കളെല്ലാം കൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു മാസം ആയിട്ട് ചെറിയ മോനിക്കാണെങ്കിലും മെച്ചിക്കൂട്ടനാണെങ്കിലും കുറേ ആയി ഞാൻ അവരും കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പം അൽഹംദുലില്ലാ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. മരുന്നും കൊടുക്കണുണ്ട് കേട്ടോ. ആ മരുന്നിൻ്റെ കോഴ്സൊന്നും കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പോൾ കുറേ ദിവസമായില്ല ഇങ്ങനെയൊക്കെ ഓരോ വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്നെന്തായാലും നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ച്. ഫുള്ളായിട്ടൊന്നും ഉണ്ടാവില്ല, ഒരു ഉച്ച വരെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തായാലും കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഭാഗത്ത് നല്ല ഇപ്പം മഞ്ഞിൻ്റെ കാലമാണല്ലോ, മഞ്ഞുകാലമാണല്ലോ. അപ്പോൾ നല്ല മഞ്ഞും ഉണ്ടാവും. അതുപോലെ തന്നെ കണ്ടില്ലേ കാറ്റ്, ഭയങ്കര കാറ്റാണ്. അത് ഈ ഒരു ഭാഗത്ത് വന്നാൽ തന്നെ അറിയാൻ പറ്റുള്ളൂ. കാറ്റുകാലം ആയിരിക്കാം, പക്ഷേ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്തൊരു പ്രത്യേകതരം കാറ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഈ കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും, അത്രയ്ക്കും നല്ല കാറ്റാണ് വീശിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ബാക്ക് വശത്തെ കാറ്റാണ് നിങ്ങൾ കണ്ടത്. ഇനി ഫ്രണ്ട് വശം കൂടെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചിട്ട് ഫോൺ എടുത്തിട്ട് ഫ്രണ്ടിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ അസുഖം മാറിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. പിന്നെ അതുമല്ല ഇക്കാൻ്റെ ഉമ്മ വീട്ടിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഉമ്മാക്ക് കണ്ണ് തിമിരം എന്നുള്ള ഒരു രോഗമുണ്ടല്ലോ, കണ്ണിന് ബാധിക്കുന്നത്. അപ്പോൾ അതൊക്കെ വന്നിട്ട് ഉമ്മ ഓപ്പറേഷൻ ചെയ്തിട്ട് വീട്ടിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കാൻ അതാണ് ലാഗായതെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് പേരൊക്കെ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഈ വീഡിയോയിലൂടെ എനിക്ക് ഇന്ന് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ എണീറ്റിട്ട് ഇന്ന് ഇഡലിയാണ് കേട്ടോ. കുറച്ച് നൂൽപുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണല്ലോ പണി, ഏറ്റവും എളുപ്പമുള്ള പണികളൊക്കെ ചെയ്തതാണ്. പിന്നെ ഇപ്പം ഇന്ന് സൺഡേ ആണ്, സ്കൂളൊന്നുമില്ല മക്കൾക്ക്. എങ്കിലും ഞാൻ ഇവർക്കൊക്കെ അസുഖം മാറുമ്പോഴേക്കിനും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോഴും എനിക്കുണ്ട് ജലദോഷം, പിന്നെ ഒരു ചുമയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. നമ്മൾ പിന്നെ അതൊന്നും കാര്യമാക്കില്ലല്ലോ. അപ്പോൾ ഞാൻ കുട്ടികൾക്കൊക്കെ ഇഡലി കൊടുത്തു, ഞാൻ കഴിച്ചിട്ടില്ല. അപ്പം ഞാൻ ആ ഒരു അടുപ്പിൽ തന്നെ ഇനി ഗ്യാസ് വെറുതെ നിർത്തിയിട്ട് കൂടുതൽ ഗ്യാസ് ചിലവാക്കണ്ടെന്ന് വിചാരിച്ചിട്ട് വേഗം ചോറിനുള്ള വെള്ളം വെച്ചു കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ് കുക്കറിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ റൈസ് കുക്കറിൽ ചോറ് വയ്ക്കണത് എങ്ങനെയാണെന്നും അതിന് എങ്ങനെ നമ്മൾ സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും, കാണാത്തവർക്ക് ആയിട്ടാണ് ഞാൻ പറയണത്. അപ്പോൾ അതൊന്ന് പോയി കണ്ടു നോക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഒരു ലൈക്ക് ഇട്ട ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചപ്പോൾ അത് ഏകദേശം തിളയ്ക്കാനായിട്ടുണ്ട്. അപ്പോൾ അന്ന് അരിയിട്ട് കൊടുക്കട്ടെ വിചാരിച്ചു. അപ്പോൾ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിനി നല്ലോണം ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെക്കാം. പിന്നെ ഞാൻ ഇന്നൊരു സ്പെഷ്യലായിട്ടൊരു സംഭവം കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കണ്ടു നോക്കണേ. പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മൾ വീഡിയോസ് ഇടാത്ത കാരണം ഷോർട്സ് പോലും എനിക്ക് ഇടാൻ നേരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കുട്ടികളെയും കൊണ്ടും അതുപോലെ ഉമ്മയൊക്കെ വന്ന സമയത്ത് നമുക്ക് പിന്നെ ഇതൊന്നും അല്ലല്ലോ, നമ്മൾ അവരുടെ കാര്യമൊക്കെ ഒന്ന് ശ്രദ്ധിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും ഷോർട്സും ഒന്നും ഇടാണ്ടിരുന്നത് കേട്ടോ. അപ്പോൾ മിസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കണേ. പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്, അവരൊക്കെ വീഡിയോസും കാണുന്നുണ്ട്. ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാനും ചോറിനുള്ള അരിയൊക്കെ ഇട്ടല്ലോ. അപ്പോൾ അതൊന്ന് തിളയ്ക്കുമ്പോഴേക്കിനും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നൂൽപുട്ടാണ് കേട്ടോ കഴിച്ചത്. എനിക്ക് ഈ ഇഡലിയേക്കാൾ ഇഷ്ടം നൂൽപുട്ടൊക്കെയാണ്. അപ്പോൾ മുട്ടക്കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞാനും കഴിച്ചു. അപ്പോൾ അത് കഴിഞ്ഞ് എന്തായാലും പാത്രം കഴുകാനൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ഇവിടെയൊക്കെ വൃത്തിയാക്കിയിട്ട് ഇനി എന്തായാലും ആ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം എന്തായാലും. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് സിങ്കൊക്കെ കഴുകി വൃത്തിയാക്കണുണ്ട് കേട്ടോ. അപ്പോൾ എപ്പോഴും വാതിലും അതുപോലെ ജനലൊക്കെ ഞങ്ങളിവിടെ അടച്ചിട്ടാണ് ഇരിക്കാറുള്ളത്. കാരണം കാറ്റ് നമ്മളെയും കൊണ്ട് പോകും, അത്രയും നല്ല കാറ്റാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സബ്സ്ക്രൈബേഴ്സൊക്കെ ഞങ്ങളുടെ ഈ പാലക്കാട് ഭാഗത്ത് പോരും വേലയൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനൊക്കെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ബാക്കിൽ ഇട്ട കുറച്ച് തുണികളുണ്ട്. അപ്പോൾ അതെടുത്ത് വെക്കട്ടെ എന്ന് വിചാരിച്ചു. ഈ പണികളൊക്കെ അടുക്കള പണികളൊക്കെ കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇതാ നല്ല കാറ്റ് ഓരോ തുണികളായിട്ട് ചുവട്ടിൽ വീണുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെക്കട്ടെ.
വാഷിംഗ് മെഷീനിൽ ഇടുമ്പോൾ നല്ല സുഖമാണ്, പക്ഷേ അല്ലേ ഇതൊക്കെ മടക്കി വെക്കേണ്ടതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മടക്കി വെക്കണ കാര്യം ഭയങ്കര പാടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ തുണികളൊക്കെ ഒന്ന് എടുത്ത് വെക്കണം. പിന്നെ ഇതാ നമ്മുടെ അടുക്കളയൊക്കെ വൃത്തിയായി കിടക്കുന്നുണ്ട്. ഇനി എന്തായാലും കുറച്ച് കറിയുണ്ട്, പിന്നെ ഇന്നലെ സാമ്പാർ വെച്ചതിൻ്റെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു കാബേജ് തോരൻ വെക്കണം എന്ന് വിചാരിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു സംഭവം കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ല, അതിലേക്ക് കിടക്കാം. അപ്പോൾ വേറെ ഒന്നുമല്ല, ഞാൻ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. അത് മാത്രമല്ല ഒരു ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക്, അപ്പോൾ അതിന് പോകും വേണം. പിന്നെ ആലത്തൂർ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, അടുത്തടുത്ത ആലത്തൂരായിട്ട് ബന്ധപ്പെട്ട കുറച്ചപ്പുറത്തെ സ്ഥലങ്ങളിലുള്ളവരൊക്കെ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ആലത്തൂർ സാഫ്രോൺ എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്. ആ ഒരു സാഫ്രോൺ കടയിൽ ഒരു ഷോപ്പാണ് കേട്ടോ, തുണി ഷോപ്പാണ്. അപ്പോൾ അവിടെ ഡ്രസ്സുകൾ വില കുറഞ്ഞിട്ട് കിട്ടുന്നുണ്ട്. എത്രയാണെന്ന് വെച്ചാൽ വെറും 500 രൂപയാണ് കേട്ടോ ഒരു ഫുൾ സെറ്റിന്. അതിൽ ചുരിദാർ, അതിൻ്റെ പാൻറ്റ്സ്, പിന്നെ അതുപോലെ തന്നെ ഷോളും വരുന്നുണ്ട്. അപ്പോൾ അത് മൂന്നിനും കൂടിയിട്ട് 500 രൂപയാണ്. അപ്പോൾ ഒരു മാസത്തോളമായി ഈ ഒരു ഓഫർ വന്നിട്ട്. നല്ല തുണിയാണ് കേട്ടോ, ഏത് തുണി വേണമെങ്കിലും ഉണ്ട്, കോട്ടൻ്റെ ഉണ്ട്, അതുപോലെ വേറെ വെറൈറ്റി മോഡലൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഞങ്ങൾ ആദ്യം വിചാരിച്ചു പറ്റിക്കലായിരിക്കും, ഡാമേജ് തുണിയൊക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. പിന്നെ കുറേ പേര് എടുത്തിട്ട് ഞാൻ കണ്ടിരുന്നു, അപ്പോൾ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഓഫർ കഴിയുമ്പോഴേക്കും ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോളൂ. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഉടുപ്പ് പോലത്തെ അത് എന്താണെന്ന് അറിയില്ല, ഒരു ഫ്രോക്കാണ് സംഭവം. അതിന് പാൻറ്റൊന്നും വരുന്നില്ല കേട്ടോ, അത് മാത്രമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിന് 500 രൂപ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻസ് അറിയിക്കാം. പിന്നെ ഇതൊരു ചുരിദാറാണ്, ഇതിനും ഇതേപോലെ 500 രൂപ തന്നെയാണ്. പിന്നെ അതുപോലെ വേറൊരു ചുരിദാറും കൂടെ എടുത്തു. പിന്നെ ഒരു പർദ്ദ പോലത്തെ ഒരു സംഭവം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാനത് കാണിച്ചിട്ടില്ല, അത് കഴുകിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഡ്രസ്സ് എന്തിനെടുത്ത് കൂട്ടിയെന്ന് വിചാരിക്കണ്ട, കാരണം ഞാൻ കുറേ ആയി ഡ്രസ്സൊന്നും എടുക്കാണ്ടിരിക്കണു. അപ്പോൾ ഇതുപോലൊരു ഓഫർ വന്നപ്പോൾ പിന്നെ ഒന്നും പറഞ്ഞില്ല കേട്ടോ, കാരണം 500 രൂപയല്ലേ ഉള്ളൂ. നമ്മൾ ഇതേപോലത്തെ തുണിയിൽ ഞാനൊരു 2-3 വർഷം മുമ്പ് 1500 രൂപയ്ക്കാണ് ഈ ഒരു മോഡൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ 500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ ഭയങ്കര ലാഭമായിട്ട് തോന്നി. അപ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഡ്രസ്സിൻ്റെ സൈഡിലും ഈ 2 കൈയിൻ്റെ ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ചുവട്ടിലൊക്കെ നന്നായിട്ട് വർക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഷാളാണിത്. അപ്പോൾ 3 ചുരിദാർ ഞാൻ ഇങ്ങനെ എടുത്തു. അപ്പോൾ ആ ഫംഗ്ഷന് വേണ്ടിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഒരു 40 എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ചടങ്ങുണ്ട് കേട്ടോ, പ്രസവിച്ചിട്ടുള്ള 40. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ കുഞ്ഞിനും ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കവർ ഞാൻ കാണിച്ചു തരുന്നത് വേറൊരു കടയാണ് കേട്ടോ. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ, എൻ്റെ താത്താൻ്റെ കടയാണ് കേട്ടോ. അപ്പോൾ ആലത്തൂർ തന്നെ താത്താക്കും ഒരു ഷോപ്പുണ്ട്. അപ്പോൾ എന്താ നിങ്ങൾ അവിടെ പോയില്ല എന്ന് വിചാരിക്കുന്നുണ്ടാവും. അപ്പോൾ അത് വില കുറഞ്ഞിട്ട്, അപ്പോൾ ഈ ഒരു വിലയ്ക്ക് എന്തായാലും ഇവർക്ക് കൊടുക്കാൻ കഴിയില്ലല്ലോ, ഇവിടെ വേറെ തുണിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് കുറച്ച് നൈറ്റി എടുത്തിട്ടുണ്ടായിരുന്നു. നൈറ്റിയൊക്കെ എടുത്തിട്ട് കുറേ ആയിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യമൊക്കെ വെറുതെ നൈറ്റിയൊക്കെ ഒരു വീക്ക്നെസ് ആയിരുന്നു എൻ്റെ. നൈറ്റി എവിടെ കണ്ടാലും എടുക്കുക, അങ്ങനത്തെ ഒരാളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എപ്പോൾ തുടങ്ങി അതിനുള്ള ആ ഒരു ക്രൈസേ എൻ്റെ പോയി എന്നുള്ളതാണ്. പിന്നെ ഇതിലേക്കായിരുന്നു എൻ്റെ ഇൻട്രസ്റ്റ് മുഴുവൻ. അപ്പോൾ ഞാൻ 2 നൈറ്റിന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ വർക്കൊക്കെ വരുന്നത്, പിന്നെ ഒന്നും അത്ര വർക്കില്ലാത്തതാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ കുഞ്ഞിൻ്റെ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. വെറും 40 ദിവസമായിട്ടുള്ള കുട്ടിക്ക് ഇത്രയും നല്ല മോഡലൊക്കെ ഞങ്ങളൊന്നും ചെറുതായിരിക്കുന്ന സമയത്ത് കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. അത്രയും നല്ല മോഡലുണ്ട് കേട്ടോ. അപ്പോൾ ആലത്തൂർ ഷഹാന ഫാഷൻ ഹബ്ബ് എന്നുള്ളൊരു ഷോപ്പാണ് താത്താക്കുള്ളത്. അടിപൊളി കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കാണെങ്കിലും ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ. അപ്പോൾ ഞാൻ ഈ ഒരു 2 ഡ്രസ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ഉടുപ്പ്, ഒരു ഫ്രോക്ക് പോലത്തെ ചെറിയൊരു ഫ്രോക്ക് പോലത്തെ ഒരു മോഡലില്ലേ, അടിപൊളിയായിട്ടില്ലത്. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് ആ കുട്ടിക്ക് അത് ഇട്ട് കൊടുത്തിട്ട് കാണണം എന്നുള്ളൊരു മോഹമുണ്ട് എനിക്ക്. പിന്നെ ഈ ഒരു അതിനെന്താ മോഡലെന്ന് എനിക്ക് അറിയില്ല, ഒരു എന്താ പറയുക, ബാബാ സൂട്ട് എന്നൊക്കെ പറയും ഞങ്ങളുടെ ഭാഗത്ത്. അപ്പോൾ അതുപോലെയൊക്കെ തോന്നണം എനിക്ക്. അപ്പോൾ ഇതൊക്കെ ഇട്ട് കാണാനുള്ളൊരു കൊതിയുണ്ട്. അപ്പോൾ പ്രസവിച്ചിട്ടുള്ള ആ സമയത്ത് കണ്ടതാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞിനെയൊന്നും കാണിക്കുന്നില്ല, പോകുന്നതായിട്ടുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ ആ കുഞ്ഞിൻ്റെ 40 ദിവസം തികയണം. അപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് അങ്ങനെ ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിന് വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടി എടുത്താണ് ഞാൻ.
പിന്നെ ഇച്ചിക്കുട്ടന് ഞാനൊരു പാൻറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതും അത് ആ കടയിൽ നിന്നല്ല, എല്ലാം ഒരേ കടയിൽ നിന്ന് നമുക്ക് ചിലപ്പോൾ ആൾക്ക് പാകത്തിന് കിട്ടണം എന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എടുക്കാതായത് കേട്ടോ. അപ്പം അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം ഞാൻ ആ 3 ഡ്രസ്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ. അപ്പോൾ അതിൽ ഏതാണ് ഇടേണ്ടതെന്ന് നിങ്ങളൊന്ന് കമൻസ് അറിയിക്കുക കേട്ടോ. 3 ഒരു വെള്ളയും അതുപോലെ 2 പെർപ്പിൾ കളറിലുമാണ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായ ഏത് ഡ്രസ്സാണ് ഇഷ്ടമായെന്ന് വെച്ചാലൊന്ന് കമൻസ് അറിയിക്കുക. അതേപോലെ തന്നെ ഈ ഓഫർ തീരുമ്പോഴേക്കിനും സാഫ്രോണിലൊന്ന് വരിക. പിന്നെ എൻ്റെ താത്താൻ്റെ കടയിലും കൂടെ ഒന്ന് വരണേ. അവിടെ അടിപൊളി മോഡലുണ്ട് കേട്ടോ, എല്ലാവർക്കും പറ്റിയ മോഡലുണ്ട്. അടിപൊളി ചുരിദാറുണ്ട്, സാരി ഉണ്ട്, പിന്നെ നൈറ്റി ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ താത്ത എപ്പോഴും പറയും കടയിൽ വന്നിട്ടൊന്ന് പരസ്യം കാണിച്ചു കൊടുത്തൂടെ എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ ടൗണിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ഇച്ചിക്കുട്ടന് കുറേ മുടിയിലിടുന്നതും കൺമഷി അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. കുറേ ദിവസമായിട്ട് അതൊക്കെ എടുത്ത് വെച്ചിട്ട് വീഡിയോയുടെ നേരമില്ലാത്ത കാരണമാണ് ഞാൻ അതൊന്നും ചെയ്യാണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നന്നായിട്ടില്ലേ? കമൻസ് അറിയിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് അറിയിക്കാനൊന്നും മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ.